ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈः തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അപി വാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. മുണ്ടക ഉപനിഷത്തിലെ 1-ാം മുണ്ടകത്തിലെ 2-ാം കാണ്ഡത്തിലെ 3-ാമത്തെ മന്ത്രം. യസ്യാഗ്നിഹോത്രമദർശ അപൗർണമാസമചാതുർമാസ്യമനാഗ്രയണമതിഥിവർജിതം ച അഹുതമവൈശ്ച ദേവ അവിധിനാഹുത ആസപ്തമാം തസ്യ ലോകാൻ ഹിനസ്തി. യസ്യ ആരുടെ, ഏത് അഗ്നിഹോത്രിയുടെ അഗ്നിഹോത്രം അഗ്നിഹോത്രകർമ്മം അദർശം ദർശം എന്ന കർമ്മമില്ലാത്തതായും അപൗർണമാസം പൗർണമാസം എന്ന കർമ്മത്തോടു കൂടാത്തതായും അചാതുർമാസ്യം ചാതുർമാസ്യം എന്ന കർമ്മത്തോടു കൂടാത്തതായും അനാഗ്രയണം ആഗ്രയണത്തോടു കൂടാത്തതായും അതിഥിവർജിതം അതിഥി പൂജനമില്ലാത്തതായും അഹുതം ഹോമിക്കപ്പെടാത്തതായും അവൈശ്വദേവം വൈശ്വദേവം എന്ന കർമ്മത്തോടു കൂടാത്തതായും അവിധിനാഹുതം വിധിപ്രകാരമല്ലാതെ ഹോമിക്കപ്പെടുന്നതായും ഭവിക്കുന്നുവോ തസ്യ അവൻ്റെ ആ അഗ്നിഹോത്രിയുടെ ആസപ്തമാൻ ഏഴാമത്തേതുൾപ്പെടെയുള്ള ലോകാൻ ലോകങ്ങളെ ഹിനസ്തി ഹിംസിക്കുന്നു. അഗ്നിഹോത്രത്തിന് താഴെ പറയുന്ന പിഴവുകൾ പറ്റാവുന്നതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദർശം എന്ന കർമ്മം കൂടാതിരിക്കുക. ഈ കർമ്മം അഗ്നിഹോത്രത്തിൻ്റെ അംഗമാണെന്നുള്ളതിലേക്ക് പ്രമാണമൊന്നുമില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നിടത്തോളം അനുഷ്ഠിക്കേണ്ടതാണെന്ന് വിധി ഉള്ളതുകൊണ്ട് അഗ്നിഹോത്രി തീർച്ചയായും ചെയ്യേണ്ടതാകയാൽ അഗ്നിഹോത്രത്തെ സംബന്ധിച്ചതാകുമ്പോൾ അഗ്നിഹോത്രത്തിൻ്റെ അംഗം പോലെ തന്നെ എന്ന് വിചാരിക്കേണ്ടതാകുന്നു. അതിനാൽ ദർശം എന്ന കർമ്മം അനുഷ്ഠിക്കാതിരിക്കുന്നത് അഗ്നിഹോത്രത്തിന് ന്യൂനത തന്നെയാണ്. ഇനിയുള്ള പൗർണമാസാദികളും ഇതുപോലെ തന്നെയാണ്. പൗർണമാസം എന്ന കർമ്മം അനുഷ്ഠിക്കാതിരിക്കുക, ചാതുർമാസ്യം എന്ന കർമ്മം അനുഷ്ഠിക്കാതിരിക്കുക, ശരത്ത് മുതലായ ഋതുക്കളിൽ പുത്തരി കൊണ്ട് ചെയ്യേണ്ട ആഗ്രയണം നടത്താതിരിക്കുക, അതിഥി പൂജനം ചെയ്യാതിരിക്കുക, അഗ്നിഹോത്ര കാലത്തിൽ ഹോമം ചെയ്യാതിരിക്കുക, വൈശ്വദേവം എന്ന കർമ്മം ചെയ്യാതിരിക്കുക. ഹോമിക്കുന്നത് തന്നെ വിധിപ്രകാരം അല്ലാതിരിക്കുക. ഇങ്ങനെ തെറ്റായിട്ട് അനുഷ്ഠിക്കുകയോ അനുഷ്ഠിക്കാതിരിക്കുകയോ ചെയ്യുന്ന അഗ്നിഹോത്രാദി കർമ്മം അത് ചെയ്യുന്നവൻ്റെ ഏഴാമത്തേതുൾപ്പെടെയുള്ള ലോകങ്ങളെ നശിപ്പിക്കും. സപ്തലോകങ്ങൾ മുതലായുള്ള ലോകങ്ങൾ നശിപ്പിക്കും. അവന് ആയാസം മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ. കർമ്മങ്ങൾ ശരിയായി അനുഷ്ഠിച്ചാൽ കർമ്മപരിണാമത്തിന് അനുരൂപമായി ഭൂർലോകം മുതൽ സത്യലോകം വരെയുള്ള 7 ലോകങ്ങളെ പ്രാപിക്കുക എന്ന ഫലം കിട്ടും എന്നാണ് പറയുന്നത്. ഇത് ഇപ്രകാരം തെറ്റായി ചെയ്യുന്ന അഗ്നിഹോത്രം കൊണ്ട് കിട്ടുകയില്ലാത്തതിനാൽ ആ ലോകങ്ങൾ നശിപ്പിക്കപ്പെടുന്നത് പോലെ തന്നെ അനുഭവിക്കും. ബുദ്ധിമുട്ട് മാത്രം തീർച്ചയാണ്. അതുകൊണ്ടാണ് ലോകങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. പിണ്ടദാനം മുതലായതുകൊണ്ട് തന്നോട് സംബന്ധിക്കുന്ന പിതൃപിതാമഹ പ്രപിതാമഹന്മാരും തനിക്ക് ഉപകാരം ചെയ്യുന്ന പുത്രപൗത്ര പ്രപൗത്രന്മാരും താനും ഉൾപ്പെടെയുള്ള 7 ലോകങ്ങൾ ഇങ്ങനെ തെറ്റായി ചെയ്യുന്ന അഗ്നിഹോത്രാദി കർമ്മം കൊണ്ട് ഉണ്ടാകാതെ പോകുന്നു എന്നതുകൊണ്ട് അവയെ ഹിംസിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മുകളിലുള്ള 7 ലോകങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സത്യലോകം, തപോലോകം, ജനലോകം, മഹർലോകം, സ്വർഗലോകം, ഭുവർലോകം, ഭൂലോകം
എന്നിങ്ങനെ 14 ലോകങ്ങളിൽ മുകളിലോട്ടുള്ള 7 ലോകങ്ങളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് എന്ന് നമുക്ക് പറയാം. നമുക്ക് ആ ഒരു ചിന്തയിൽ എടുത്തു കഴിഞ്ഞാൽ ആ 7 ലോകങ്ങളും ശരിയായി അഗ്നിഹോത്രം നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സത്യലോകം മുതൽ ഭൂലോകം വരെയുള്ള 7 ലോകങ്ങളെ പ്രാപിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള തെറ്റായ അഗ്നിഹോത്രം ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഈ 7 ലോകങ്ങളെയും കാണാനുള്ള പ്രാപിക്കാനുള്ള നമ്മുടെ ആ ഒരു ആഗ്രഹം ഫലം ഇല്ലാതെയാക്കുന്നു. യഥാവിധി അഗ്നിഹോത്രം ചെയ്യുന്നില്ല. അപ്പോൾ യഥാവിധി കർമ്മം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തെറ്റായ അനുഭവം, അതിന് പകരം എന്താണ് ലഭിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. 7 ലോകങ്ങളും നശിച്ചു പോകുന്നു. നമ്മൾ ഇത് ചെയ്യാതിരിക്കുമ്പോൾ അതിനെ തന്നെ ഇല്ലാതെയാക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്.